കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ഔട്ട്ലൈൻ ഓഫ് ദ സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന പാഠമാണ്. ആ പാഠത്തിനകത്ത് സാധാരണയായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കിതൊക്കെ കണ്ടെഴുതാൻ പറ്റുന്ന പുസ്തകത്തിൽ കണ്ടെഴുതാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. ജസ്റ്റ് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇൻട്രൊഡക്ഷനൊക്കെ കാണാതെ പഠിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ചോദ്യം പറയുകയാണ്. നമ്മൾ പറയുന്നത് രണ്ടാമത്തെ പാഠമാണ്. ഒരിക്കൽ പറയാം. രണ്ടാമത്തെ പാഠം ജനറൽ ഔട്ട്ലൈൻസ് ഓഫ് ദ സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന പാഠത്തിനകത്ത് വരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. കണ്ടു മനസ്സിലാക്കുക. ആർട്ടിക്കിൾ 7 ചോദ്യമാണ് ആദ്യം പറയുന്നത്. ആർട്ടിക്കിളിൽ 7 വരുന്ന ചോദ്യം ഇതൊക്കെയാണ്. കണ്ടാൽ മനസ്സിലാവും. പബ്ലിക് അക്കൗണ്ടിലും കൺസോളിഡേറ്റഡ് ഫണ്ടിലും ബാക്കി നിൽപ്പുള്ള ധനവിനിയോഗം നടത്തുന്നത് ആരുടെ അംഗീകാരത്തോടു കൂടിയാണ്? മനസ്സിലായി കാണുമല്ലോ. പബ്ലിക് അക്കൗണ്ട്സിലും കൺസോളിഡേറ്റഡ് ഫണ്ടിലും ഇതിനകത്ത് ഈ രണ്ട് ഫണ്ടിലും ബാക്കിയുള്ള ധനവിനിയോഗം നടത്തുന്നത് ആരുടെ അംഗീകാരത്തോടെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 7 പറയുന്നുണ്ട്. ഉത്തരം ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭയാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിനെ ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ആർട്ടിക്കിൾ 7 തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ആർട്ടിക്കിൾ 7 ചോദ്യമാണ്. നോക്കിയാൽ അറിയാം. കേന്ദ്ര സർക്കാരിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിനെ ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 7 പേജ് നമ്പർ 8 ആണ് ഈ പറയുന്നത്. പേജ് നമ്പർ 8ാമത്തെ പേജ് നമ്പറാണ് പറയുന്നത്. അടുത്ത ചോദ്യം അതിനകത്ത് വരുന്ന സർക്കാരിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ റവന്യൂ വരവ്, ചെലവ്, ക്യാപിറ്റൽ വരവ്, ചെലവ്, പൊതുകടവും അഡ്വാൻസുകളും. ആർട്ടിക്കിൾ 7 തന്നെയാണ്. ഏതൊക്കെയാ? റവന്യൂ വരവ്, ചെലവ്, അതുപോലെ ക്യാപിറ്റലിന്റെ വരവ്, ചെലവ്, അതുപോലെ പൊതുകടം, അഡ്വാൻസ്, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ആർട്ടിക്കിൾ 7. അടുത്ത ചോദ്യം, കണ്ടീജൻസി ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുന്നതിനുള്ള അധികാരം ഡാഷിൽ നിക്ഷിപ്തമാണ്. അതിനകത്തുണ്ട്. നോക്കിയേ. ആർട്ടിക്കിൾ 7 തന്നെ നോക്കിയേ. 7A ആണ്. 7A അബ്ദർ 7 7A നോക്കിയാൽ അതിനകത്ത് കാണാൻ പറ്റും. ആർട്ടിക്കിൾ 7A പറയുന്നുണ്ട് കണ്ടീജൻസി ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുന്നതിനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഗവർണറിൽ നിക്ഷിപ്തമാണ്. അത് സംസ്ഥാനത്താണ്. പക്ഷേ കേന്ദ്രത്തിലാവുമ്പോൾ അത് പ്രസിഡന്റാണ്. കണ്ടീജൻസി എന്ന് കേട്ടാൽ തന്നെ നമ്മൾ സംസ്ഥാനത്ത് നോക്കിയിട്ട് എഴുതാം. സംസ്ഥാനത്ത് ഗവർണർ, കേന്ദ്രത്തിൽ രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ്. അടുത്ത ചോദ്യം ആർട്ടിക്കിൾ 7A ആണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചോദ്യമാണ് കണ്ടീജൻസി ഫണ്ട് ഏത് ആവശ്യങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത്? നമുക്കറിയാമല്ലോ. എപ്പോഴും ഞാൻ പറയുന്നതാണ്, നിയമസഭയുടെ അനുവാദം ലഭിക്കുന്ന വൈകുന്നതും മുൻകൂട്ടി കാണാത്തതുമായ ആവശ്യങ്ങൾ. ഒറ്റ വാക്ക്, മുൻകൂട്ടി കാണാത്തതുമായ ആവശ്യങ്ങൾ. ആ സെന്റൻസ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സെന്റൻസിന്റെ മീനിങ് ഇങ്ങനെയാണ്: നിയമസഭയുടെ അനുവാദം ലഭിക്കുന്നതിന് വൈകുന്നതും മുൻകൂട്ടി കാണാത്തതുമായ ആവശ്യങ്ങൾ. അപ്പോൾ ഗവൺമെന്റിന് മുൻകൂട്ടി കാണാൻ കഴിയാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി, അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടീജൻസി ഫണ്ട്. ആർട്ടിക്കിൾ 7A. അടുത്ത ചോദ്യം, സർക്കാരിന്റെ അപ്രതീക്ഷിത ചെലവുകൾ ഏതിൽ നിന്നാണ്? ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. അപ്രതീക്ഷിതമായ ചെലവുകൾ, മുൻകൂട്ടി കാണാത്ത ചെലവുകൾ ഏതിൽ നിന്ന് തന്നെയാണ്? കണ്ടീജൻസി ഫണ്ട്. 7A. ആർട്ടിക്കിൾ 7A പേജ് നമ്പർ 9 ആണ്. പേജ് നമ്പർ 9 ആർട്ടിക്കിൾ 7A ഒന്ന് നോക്കി വെച്ചേക്കണേ. ആ പുസ്തകം തുറന്നു വെച്ചിട്ടാണ്, അല്ലാതെ കേൾക്കാനല്ല, പുസ്തകം തുറന്നു വെച്ച് നോക്കണം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏത് പ്രകാരമാണ് കണ്ടീജൻസി ഫണ്ട് രൂപീകരിച്ചിട്ടുള്ളത്? ഉറപ്പാണ്. മസ്റ്റ്. കണ്ടീജൻസി ഫണ്ടിനെ കുറിച്ച് ഒരു ചോദ്യം ഉറപ്പാണ്. ഇതാണ് എപ്പോഴും ചോദിക്കുന്നത്. ഏത് ആക്ട് പ്രകാരമാണ് കണ്ടീജൻസി ഫണ്ട് രൂപീകരിച്ചിട്ടുള്ളത്? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് നോക്ക്. ആർട്ടിക്കിൾ 7A പറഞ്ഞിരിക്കുന്നത്. ഏതാ? 267. അതിനകത്ത് ബ്രാക്കറ്റിൽ 2 എന്നുകൂടെ ഉണ്ട്. ചിലപ്പോൾ ചോദ്യം അങ്ങനെ വരും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 267 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 267 ബ്രാക്കറ്റിൽ 2 എന്ന് പറയും. 267(2) എന്നാണ് സാധാരണയായിട്ട് പറയുന്നത്. നമ്മുടെ പുസ്തകത്തിനകത്ത് 267 എന്ന് മാത്രമേ ഉള്ളൂ. ഓർമ്മിച്ചോളേ. 267 കണ്ടീജൻസി ഫണ്ട്. ഗവർണറാണ് സംസ്ഥാനത്ത്, കേന്ദ്രത്തിലാണെങ്കിൽ പ്രസിഡന്റ്. അടുത്ത ചോദ്യം ആർട്ടിക്കിൾ 8 പറയുന്ന ചോദ്യമാണ്. പേജ് നമ്പർ 9 ആണ്. ആർട്ടിക്കിൾ 8 ചോദ്യം നോക്ക്. കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടീജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട് ഫണ്ട് എന്നിവയുടെ ബാക്കി നിൽപ്പ് എവിടെയാണ് നിക്ഷേപിക്കുന്നത്? എവിടെയാണ്? അപ്പോൾ ഇതിനകത്ത് വരുന്ന കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെയോ കണ്ടീജൻസി ഫണ്ടിന്റെയോ പബ്ലിക് അക്കൗണ്ട്സ് ഫണ്ടിന്റെയോ ഒക്കെ ബാക്കി വരുന്ന നിക്ഷേപം എവിടെയൊക്കെയാണ്? ഗവൺമെന്റ് ട്രഷറിയിലോ അല്ലെങ്കിൽ ബാങ്കിലോ. ആർട്ടിക്കിൾ 8 നോക്കിയാൽ അറിയാം. ഗവൺമെന്റ് ട്രഷറിയിലോ ബാങ്കിലോ. ആർട്ടിക്കിൾ 8 ആണ്. അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ ബാങ്കർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 9 നോക്ക്. 9 പറഞ്ഞിട്ടുണ്ട് കേരള സർക്കാരിന്റെ ബാങ്കർ ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേരള സർക്കാരിന്റെ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഒരു സ്റ്റേറ്റിന്റെ ബാങ്കർ എന്ന് പറയുന്ന ആരായിരിക്കും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പേജ് നമ്പർ 10 ആർട്ടിക്കിൾ 9. അടുത്ത ചോദ്യം, സർക്കാരിന് വേണ്ടി സംസ്ഥാനത്തിന് വെളിയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് എപ്രകാരമാണ്? ആർട്ടിക്കിൾ 9 ആണ്. 9 പറഞ്ഞിട്ടുണ്ട്. നോക്ക്.
സർക്കാരിന് വേണ്ടി സംസ്ഥാനത്തിന് വെളിയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് പ്രകാരമാണ് ബന്ധപ്പെട്ട സംസ്ഥാനത്തിലെ ഏജ് മുഖാന്തരം. അവിടെ എഴുതിയിട്ടുണ്ട്, നോക്കിയ എ ആൻഡ് ഇ എന്ന് എഴുതിയിട്ടുണ്ട്. മുഖാന്തരം ആർട്ടിക്കിൾ 9 പേജ് നമ്പർ 10. ബന്ധപ്പെട്ട സംസ്ഥാനത്തിലെ അക്കൗണ്ട് ജനറൽ മുഖാന്തരമാണ് സംസ്ഥാനത്തിന് വെളിയിൽ സർക്കാരിന് വേണ്ടി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത്. അടുത്ത ചോദ്യം, നാളിതുവരെ ജനറൽ ബാങ്കിംഗ് ബിസിനസ് നടത്തുന്നതിന് റിസർവ് ബാങ്കുമായി കരാർ ഒപ്പിടാത്ത സംസ്ഥാനം. ആർട്ടിക്കിൾ 9 പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഇതുവരെ നമുക്കറിയാം ബാങ്കിംഗ് ബിസിനസ് നടത്തുന്നതിന് റിസർവ് ബാങ്കുമായി കരാർ ഒപ്പിടാത്ത സംസ്ഥാനം. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ജമ്മു കാശ്മീർ എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടല്ലോ, ആർട്ടിക്കിൾ 9. അപ്പം നമുക്കറിയാം റിസർവ് ബാങ്കുമായി കരാർ ഒപ്പിടാത്ത സംസ്ഥാനം എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ. അതുപോലെ ഉണ്ട് വേറെ ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സിക്കിം. മറന്നു പോകണ്ട. ഇത് ആർട്ടിക്കിൾ 9. അടുത്ത ചോദ്യം, സംസ്ഥാന ആർട്ടിക്കിൾ 10 കാര്യമാണ് പറയുന്നത്. ആർട്ടിക്കിൾ 10, സംസ്ഥാന ട്രഷറിയിൽ നിന്നും വിതരണം നടത്തുന്ന ഡിഫൻസ് പെൻഷൻ ഏത് കണക്കിലാണ് പ്രാഥമിക ഒപ്പിടുന്നത്? നമുക്കറിയാം ആ ചോദ്യം, അതിന്റെ മീനിങ് നോക്ക്. സംസ്ഥാന ട്രഷറിയിൽ നിന്നും വിതരണം നടത്തുന്ന ഡിഫൻസ് പെൻഷൻ ഏത് കണക്കിലാണ് പ്രാഥമികമായി ഉൾപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തിന്റെ കണക്കിലാണ്. ആർട്ടിക്കിൾ 10 പേജ് നമ്പർ 10. സംസ്ഥാനത്തിന്റെ കണക്കിലാണ്, സ്റ്റേറ്റിന്റെ കണക്കിലാണ്. അതിനകത്ത് സ്റ്റേറ്റ് അക്കൗണ്ടിനകത്താണ് അതിനകത്ത് പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 11 പറയുന്ന കാര്യം, ചോദിക്കുന്ന ചോദ്യം ഇതാണ്, റിസർവ് ബാങ്കിന്റെ ഈ ഇടപാടുകൾക്ക് കേന്ദ്ര സംസ്ഥാന ഏജന്റായി പ്രവർത്തിക്കുന്ന ബാങ്ക് ഏതാണ്? ചോദ്യം കേട്ട് കാണുമല്ലോ. റിസർവ് ബാങ്കിന്റെ ഇടപാടുകൾക്ക് കേന്ദ്ര സംസ്ഥാനത്തിന്റെ ഏജന്റ് ആരാണ്? ആ ഏജന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 11. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 11 പറയുന്നതാണ്. അടുത്ത ആർട്ടിക്കിൾ 12 പറയുന്ന ഒരു ചോദ്യം നോക്ക്. കേന്ദ്രത്തിന്റെയും, അതിനകത്ത് നോക്കിയാൽ മതി, ആർട്ടിക്കിൾ 12, കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ബാങ്കിങ് ഇടപാടുകളുടെ കണക്കുകൾ സൂക്ഷിക്കുന്നത് ആരാണ്? നേരത്തെ പറഞ്ഞത് എന്താ? റിസർവ് ബാങ്കിന്റെ ഇടപാടുകളുടെ കേന്ദ്ര സംസ്ഥാന ഏജന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും ബാങ്കിങ് ഇടപാടുകളുടെ കണക്കുകൾ സൂക്ഷിക്കുന്നത് ആർട്ടിക്കിൾ 12 പറയുന്നു നാഗ്പൂറുള്ള റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട്സ് സെക്ഷനാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നു ആർട്ടിക്കിൾ 12 നാഗ്പൂറാണ് റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ. അതെവിടെയാ? നാഗ്പൂരാണ്. ആർട്ടിക്കിൾ 12. അടുത്ത ചോദ്യം, ആർട്ടിക്കിൾ 12 തന്നെ പറയുന്ന വേറൊരു ചോദ്യം, നാഗ്പൂറുള്ള റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ ഡാഷിന്റെ ജനറൽ ക്ലിയറിംഗ് ഹൗസായി പ്രവർത്തിക്കുന്നു. നേരത്തെ പറഞ്ഞ ചോദ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആർട്ടിക്കിൾ 12 കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ആരാണ്? നാഗ്പൂറുള്ള റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട്സ് സെക്ഷനാണ്. അടുത്ത ചോദ്യം, ആർട്ടിക്കിൾ 12 പറയുന്ന വേറെ ചോദ്യം, സംസ്ഥാന സർക്കാരുകളുടെ ഓരോ മാസത്തിലെയും ക്ലോസിംഗ് ബാലൻസ് സ്റ്റേറ്റ്മെന്റ് സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ ബന്ധപ്പെട്ട ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്? അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏജിക്കാണ് അയച്ചു കൊടുക്കേണ്ടത്, അക്കൗണ്ട് ജനറലിനാണ്. എന്തോന്നാ? അക്കൗണ്ട് ജനറലിന് അയച്ചു കൊടുക്കണമെന്ന് ആർട്ടിക്കിൾ 12 പറയുന്നു. നോക്കി, സംസ്ഥാന സർക്കാരുകളുടെ ഓരോ മാസത്തിലെയും ക്ലോസിംഗ് ബാലൻസ് സ്റ്റേറ്റ്മെന്റ് സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ ബന്ധപ്പെട്ട ആർക്ക് അയച്ചു കൊടുക്കണം? ഏജിക്ക് അയച്ചു കൊടുക്കണം. അടുത്ത ചോദ്യം, ട്രഷറികളിലെ ക്യാഷ് ബാലൻസ് തുകകൾ എപ്രകാരം കണക്കാക്കപ്പെടുന്നു? ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 14 നോക്കിയേ, അതിനകത്ത് പറയുന്നു ട്രഷറികളിലെ ക്യാഷ് ബാലൻസ് തുകകൾ എപ്രകാരം കണക്കാക്കണം? കൺസോളിഡേറ്റ് ഫണ്ട്, കണ്ടീജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്സ് ഫണ്ട്. 3 ഫണ്ടുകൾ അറിയാലോ. നമ്മുടെ രാജ്യത്തിന്റെ 3 ഫണ്ടുകളാണ് കൺസോളിഡേറ്റ് ഫണ്ട്, കണ്ടീജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്സ് ഫണ്ട് എന്നിവകളിൽ ഉൾപ്പെട്ട തുകയായി കണക്കാക്കപ്പെടും. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ആർട്ടിക്കിൾ 14 പറഞ്ഞിട്ടുണ്ട് ട്രഷറികളിലെ ക്യാഷ് ബാലൻസ് തുകകൾ എപ്രകാരമാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യമാണ്. അപ്പോൾ അതിനകത്ത് ആർട്ടിക്കിൾ 14. അടുത്ത 15A നോക്കി, ആർട്ടിക്കിൾ 15A അതിനകത്ത് എന്താ പറയുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ലഭിക്കുന്ന വരവുകൾ എപ്രകാരം നിക്ഷേപിക്കപ്പെടുന്നു. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ബാങ്കുകളിലും ട്രഷറികളിലുമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വരുന്ന വരവുകൾ എവിടെ കൊടുക്കുന്നു? ട്രഷറികളിലും ബാങ്കുകളിലും. ആർട്ടിക്കിൾ 15A ആണ്. അടുത്ത 15Bയിൽ ഒരു ചോദ്യമുണ്ട് നോക്കിയേ, സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ലഭിക്കുന്ന വരവുകൾ ട്രഷറികളിൽ നിക്ഷേപിക്കുകയും ബന്ധപ്പെട്ട ഡാഷ് കണക്കുകൾ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ആര്? ഡിപ്പാർട്ട്മെന്റ് അധികാരികൾ. എങ്ങനെ? സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ലഭിക്കുന്ന വരവുകൾ ട്രഷറികളിൽ നിക്ഷേപിക്കും. അതിന്റെ കണക്കുകൾ, അതിന്റെ അക്കൗണ്ടുകൾ ആര് സൂക്ഷിക്കും? ഡിപ്പാർട്ട്മെന്റ് തന്നെ സൂക്ഷിക്കും. 15B ആർട്ടിക്കിൾ 15B. അടുത്ത വീണ്ടും 15Bയിൽ പറയുന്നുണ്ട് ഏത് വകുപ്പിന്റെ വരവ് ചെലവ് കണക്കുകൾ ട്രഷറിയിൽ സൂക്ഷിക്കില്ല? ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, ഓർമ്മിച്ചു വെക്കേണ്ട ചോദ്യം. പൊതുമരാമത്ത് കേട്ടോ. പൊതുമരാമത്തിന്റെ ഒരിക്കലും PWDയുടെ വരവ് ചിലവ് കണക്കുകൾ ട്രഷറിയിൽ സൂക്ഷിക്കുന്നില്ല. ആർട്ടിക്കിൾ 15B നോക്കി വെച്ചോളണം. 15Bയിൽ ഒരു ചോദ്യമുണ്ട്, ഏത് വകുപ്പിന്റെ വരവ് ചിലവ് കണക്കുകൾ ട്രഷറിയിൽ സൂക്ഷിക്കുന്നില്ല. അടുത്ത ചോദ്യം 15Cയിൽ ഒരു ചോദ്യമുണ്ട് നോക്ക്, ചില ഡിപ്പാർട്ട്മെന്റ് ഓഫീസർമാർക്ക് വലിയ തുക ബാങ്കിൽ നിന്നും പിൻവലിക്കുന്നതിനും പേയ്മെന്റ് നടത്തുന്നതിനും അധികാരപ്പെടുത്തിയിട്ടുള്ളതും കണക്കുകൾ ഡാഷ് സൂക്ഷിക്കുകയും ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയാണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫീസർമാരാണ്. നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെയാണ്. ചില ഡിപ്പാർട്ട്മെന്റ് ഓഫീസർമാർക്ക് വലിയ തുക ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്നതിനും അതുപോലെ തന്നെ പേയ്മെന്റ് നടത്തുന്നതിനുമുള്ള അധികാരപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ ആര് സൂക്ഷിക്കണം?
പൈസ കിട്ടുന്നത് ട്രഷറിയിൽ നിന്നാണ്. കണക്ക് സൂക്ഷിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ. 15A ആർട്ടിക്കിൾ 15A അല്ലല്ല, ആർട്ടിക്കിൾ 15C, സോറി 15C ആണ്, സി. ഇനിയുണ്ട് ചോദ്യം, തീർന്നില്ല. ആർട്ടിക്കിൾ 15F നമുക്ക് ഡിപ്പാർട്ട്മെന്റൽ ക്ലാസിഫൈഡ് അബ്സ്ട്രാക്ട് എന്നാൽ എന്താണെന്നാണ്. എന്താണ് ഡിപ്പാർട്ട്മെന്റൽ ക്ലാസിഫൈഡ് അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ? അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നോക്ക്, വരവ് ചിലവുകളുടെ പ്രതിമാസ കണക്കുകളാണ് അതിനകത്ത് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് ക്ലാസിഫൈഡ് അബ്സ്ട്രാക്ട് നോക്കി വെക്കുക. ആർട്ടിക്കിൾ 15F വരവ് ചിലവ് കണക്കുകളുടെ പ്രതിമാസ കണക്കുകൾ, വരവ് ചിലവ് കണക്കുകളുടെ പ്രതിമാസ കണക്കുകൾ പറയുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ക്ലാസിഫൈഡ് അബ്സ്ട്രാക്ട്. ഇനി അടുത്തത് 15F തന്നെ ഒരു നോക്കുക. ആർട്ടിക്കിൾ 15F ഏത് വിധത്തിലുള്ളതുമായ വിവിധ ഡിപ്പാർട്ട്മെന്റ് തല വരവ് ചിലവ് കണക്കുകൾ ഉൾപ്പെടുന്ന അക്കൗണ്ട്സ് നോക്ക്. ഏത് വിധത്തിലുള്ളതുമായ വിവിധ ഡിപ്പാർട്ട്മെന്റ് തല വരവ് ചില കണക്കുകൾ ഉൾപ്പെടുന്ന അക്കൗണ്ട്സുകൾ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ക്ലാസിഫൈഡ് അബ്സ്ട്രാക്റ്റുകളാണ്. നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് കുറച്ചുകൂടെ വിശദമായിട്ട് ഞാനൊന്ന് പറയുകയാണ്. ഡിപ്പാർട്ട്മെന്റ് ക്ലാസിഫൈഡ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഏത് വിധത്തിലുള്ളതുമായ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ വരവ് ചിലവ് കണക്കുകൾ ഉൾപ്പെടുന്ന അക്കൗണ്ട്സുകളാണ് അത്. ഇനി 15F തന്നെ വീണ്ടും പറയുന്നുണ്ട്, ഇതേ ചോദ്യം വീണ്ടും ചോദിക്കാം. എന്താണ്? വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ മേജർ മൈനർ ഹെഡുകളിലായി ഉണ്ടാകുന്ന റവന്യൂ റെസിപ്റ്റുകളും സർവീസ് പേയ്മെന്റുകളുടെയും പ്രതിമാസ കണക്കുകളുടെ സംക്ഷിപ്ത രൂപമാണ് ഡിപ്പാർട്ട്മെന്റൽ ക്ലാസിഫൈഡ് അബ്സ്ട്രാക്ട്. അപ്പോൾ മറന്നുകൊണ്ട ഡിപ്പാർട്ട്മെന്റൽ ക്ലാസിഫൈഡ് അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞതാണ്. അവിടെ ഓർമ്മ വേണം. 15F ഒരു ചോദ്യം കൂടിയുണ്ട്. ഡിഫൻസ് സർവീസിന്റെ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് ആര്? ഡിഫൻസ് സർവീസ്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. നോക്ക്, ഡിഫൻസ് സർവീസിന്റെ അക്കൗണ്ട് സൂക്ഷിക്കുന്നത് കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് ആണ്. കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അല്ല, കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് ആണ്. അപ്പോൾ ഡിഫൻസ് സർവീസിന്റെ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് 15F നോക്കി വെച്ചേക്കണേ. 15F ചോദ്യം. വീണ്ടും ഒരു ചോദ്യം കൂടി 15F വീണ്ടും ഉണ്ട് ചോദ്യം. ഡിഫൻസ്, റെയിൽവേ എന്നിവയുടെ അക്കൗണ്ട്സ് തയ്യാറാക്കി സൂക്ഷിക്കുന്നത് അക്കൗണ്ട് ജനറലിന്റെ ചുമതലയല്ല. ശരിയാണോ? ശരിയാണ്, ചുമതലയല്ല. പിന്നെ ആരാ? കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് ആണ്, ഡിഫൻസിന്റെയും റെയിൽവേയുടെയും. അപ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറഞ്ഞു, ഡിഫൻസ്, റെയിൽവേ. അത് അപ്പോൾ ഇവരെ തയ്യാറാക്കുന്ന AG അല്ല, പിന്നെ ആര്? കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ്. കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് ആർട്ടിക്കിൾ 15F. ഇനി 16J ഒന്ന് നോക്കാം. F-ലല്ല, സോറി 15F-ലല്ല നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് 15I തൊട്ട് മുകളിലും 15I കേട്ടോ. ഡിഫൻസ് സർവീസിന്റെ അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന 15I. ഇപ്പോൾ പറഞ്ഞ ഡിഫൻസ്, റെയിൽവേ അതും പറഞ്ഞത് 15I. F അല്ല, സോറി 15I. അടുത്തത് 15J എന്താ പറയുന്നത് നോക്ക്. സർക്കാരിന്റെ വരവ് ചിലവ് കണക്കുകൾ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുന്നത് ആരെന്നാണ്? AG. 15F സോറി 15J 15J ആർട്ടിക്കിൾ 15Jക്കകത്ത് പറയുന്നു സർക്കാരിന്റെ വരവ് ചിലവ് കണക്കുകൾ ആരാണ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുന്നതെന്ന്? അക്കൗണ്ടന്റ് ജനറൽ. വീണ്ടും 16J പറഞ്ഞു. അടുത്തത് എല്ലിനകത്ത് 16L പറയുന്ന ഒരു ചോദ്യം എന്താ? ഒരു സർക്കിളിലെ അക്കൗണ്ടുകൾ മറ്റൊരു സർക്കിളിലേക്ക് ട്രാൻസ്ഫർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമ്പ്രദായത്തെ പറയുന്ന പേരെന്താ? എക്സ്ചേഞ്ച് അക്കൗണ്ട്സ് അഥവാ സെറ്റിൽമെന്റ് അക്കൗണ്ട്സ്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സെറ്റിൽമെന്റ് അക്കൗണ്ട്സ് എങ്ങനെയാണ്? ഒരു സർക്കാരിലെ അക്കൗണ്ടുകൾ മറ്റൊരു സർക്കിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമ്പ്രദായത്തെ പറയുന്നത് സെറ്റിൽമെന്റ് അക്കൗണ്ട്. അത് ആർട്ടിക്കിൾ 16L ആണ് അതിനകത്ത് പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ ഏതെങ്കിലും തെറ്റായി പറയുന്നെങ്കിലോ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അടുത്ത ചോദ്യം, ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ കണക്കിലേക്ക് AG പ്രകാരം നടത്തുന്ന സാമ്പത്തിക അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേര് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്. അതായത് ഇന്റർ സ്റ്റേറ്റ് ഇടപാടുകൾ നടത്തുന്നത് നമുക്കറിയാം. അതിന് പറയുന്ന പേര് AG ആണ് നടത്തുന്നത്, പക്ഷെ അതിന് പറയുന്ന പേര് സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എന്നാണ്. അത് 16 ആർട്ടിക്കിൾ 16 നോക്കി 16 ബ്രാക്കറ്റിൽ 4 അപ്പോൾ കാണും നോക്കി. സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് 16/4 നോക്കി കേട്ടോ. 16/4 പറഞ്ഞിരിക്കുന്നുണ്ട് ഇന്റർ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ. അതായത് സംസ്ഥാനത്ത് നമ്മൾ പറയുന്ന മറ്റൊരു സംസ്ഥാനത്താണ് കേട്ടോ. അപ്പോൾ ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തിൽ ഇടപാടുകൾ അക്കൗണ്ട്സ് ജനറലിലൂടെയാണ് നടക്കുന്നത്. അതിന് നടത്തുന്ന സാമ്പത്തിക അഡ്ജസ്റ്റ്മെന്റിനെ പറയുന്ന പേരാണ് സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വേറെ ചോദ്യമുണ്ട് കേട്ടോളൂ. മറ്റ് രാജ്യങ്ങളുമായി വിവിധ അക്കൗണ്ടുകൾ നടത്തുന്നത് ആരുടെ പേരിലാണ്? AGയുടെ പേരിൽ. അത് 16(7) ആണ്. ആർട്ടിക്കിൾ 16(7). ആർട്ടിക്കിൾ 16 7ാമത്തെ കോളം നോക്കിയാൽ മറിയാം. 7ാമത്തെ ഭാഗം സെന്റൻസ് 7ാമത്തെ ഭാഗം നോക്കിയാൽ മറ്റ് രാജ്യങ്ങളുടെ വിവിധങ്ങളായ അക്കൗണ്ടുകൾ ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു.
ഡാഷ് ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? അക്കൗണ്ട് ജനറലിൻ്റെ പേരിൽ അക്കൗണ്ട് ജനറലാണ് നടത്തുന്നത്. ആ പേര് അക്കൗണ്ട് കറണ്ട് എന്നാണ്. നോക്കിയാൽ കാണാം, അക്കൗണ്ട് കറണ്ട്. മറ്റ് രാജ്യങ്ങളുടെ വിവിധങ്ങളായ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആരാ? AGയിലൂടെയാണ് നടക്കുന്നത്. പക്ഷേ അത് എങ്ങനെയാണ് അതിന് പറയുന്ന പേരെന്താണ്? അക്കൗണ്ട് കറണ്ട് എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 17 നോക്കി, അക്കൗണ്ടന്റ് ജനറൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കണക്കുകൾ എപ്പോഴാണ് തയ്യാറാക്കുന്നത് എന്നാണ്. എപ്പോഴാണ്? ആർട്ടിക്കിൾ 17 സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിലെ കണക്കുകൾ ക്ലോസ് ചെയ്തതിന് ശേഷമാണ്. സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം കണക്കുകൾ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് അക്കൗണ്ട് ജനറൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കണക്കുകൾ തയ്യാറാക്കുന്നത്. മറന്നുകൊണ്ട് ആർട്ടിക്കിൾ 17. വീണ്ടും ഒരു 17 ഒരു എണ്ണം കൂടെ ഉണ്ട്. ആർട്ടിക്കിൾ 17 സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കണക്കുകൾ അംഗീകാരത്തിനായി സംസ്ഥാന ഗവർണർക്ക് സമർപ്പിക്കുന്ന നടപടി എപ്രകാരമാണ്? അക്കൗണ്ട് ജനറൽ കണക്കുകൾ തയ്യാറാക്കുക, പിന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അയച്ചു കൊടുക്കും. എന്നിട്ടാണ് ആർട്ടിക്കിൾ 17 പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കണക്കുകൾ അംഗീകാരത്തിനായി ഗവർണർക്ക് അയക്കണമെന്ന്. എങ്ങനെയാണ്? അക്കൗണ്ട് ജനറൽ ആദ്യം കണക്കുകൾ തയ്യാറാക്കും, പിന്നെ അത് കൺട്രോളർ ഓഡിറ്റർ ജനറൽ അയച്ചു കൊടുക്കും. ആർട്ടിക്കിൾ 17 അടുത്ത ആർട്ടിക്കിൾ 17 വേറൊരു ചോദ്യം. സംസ്ഥാനത്തിന്റെ വാർഷിക സാമ്പത്തിക കണക്കുകൾ തയ്യാറാക്കുന്ന ആരാ? അക്കൗണ്ടന്റ് ജനറലാണ്. ആരാണ്? അക്കൗണ്ടന്റ് ജനറലാണ്. AG ആണ് വാർഷിക സാമ്പത്തിക കണക്കുകൾ തയ്യാറാക്കുന്നത്. ആർട്ടിക്കിൾ 17 ഒരു ചോദ്യം കൂടി. ആർട്ടിക്കിൾ 17 സർക്കാരിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫിനാൻസ് അക്കൗണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സർക്കാരിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫിനാൻസ് അക്കൗണ്ട്. ആർട്ടിക്കിൾ 17 പറയുന്നു. നോക്കി വെച്ചോളൂ. അടുത്ത വീണ്ടും 17 ഒരു ചോദ്യം. കേന്ദ്ര സർക്കാരിന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആരാണ് തയ്യാറാക്കുന്നത്? കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആണ്. കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആർട്ടിക്കിൾ 17 പറയുന്നുണ്ട്. കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്. ഇവിടെ ആരാ? സംസ്ഥാനത്തിൻ്റെതാണെങ്കിൽ അക്കൗണ്ടന്റ് ജനറൽ. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക കണക്കുകൾ തയ്യാറാക്കുന്നത് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആണ്. അടുത്ത ആർട്ടിക്കിൾ 18 പറയുന്നു കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും കമ്പൈൻഡ് ഫിനാൻസും റവന്യൂ അക്കൗണ്ട്സും ആരാണ് തയ്യാറാക്കുന്നത്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ രണ്ടിൻ്റെയും ആണെങ്കിൽ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഫൈനാൻസ് റവന്യൂ അക്കൗണ്ട്സുകൾ തയ്യാറാക്കുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും കേന്ദ്ര സർക്കാരിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സുമാണ്. ഇത് രണ്ടാമത് അക്കൗണ്ട്സിൻ്റെ കാര്യം പറയുന്നത് ആർട്ടിക്കിൾ 17 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കാര്യം പറയുന്നത് ആർട്ടിക്കിൾ 18 ഇനിയുണ്ട് ചോദ്യം. ഈ പാഠത്തിനകത്ത് കുറച്ച് ചോദ്യങ്ങൾ അധികമുണ്ട്. ചോദ്യം ഒരുപാടുണ്ട്. വേറൊന്ന് കേന്ദ്രത്തിൻ്റെ ആർട്ടിക്കിൾ 18 തന്നെ പറയുന്നു കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും കമ്പൈൻഡ് ഫിനാൻസ് റവന്യൂ അക്കൗണ്ടുകൾ ആരാണ് പ്രസിഡന്റിന് സമർപ്പിക്കുന്നതെന്ന്. പ്രസിഡന്റിന് സമർപ്പിക്കുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. 18 ആർട്ടിക്കിൾ 18 ആരാണ് സമർപ്പിക്കുന്നത്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്ത കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പിന്നിട്ട വർഷത്തെ സാമ്പത്തിക കണക്കുകൾക്കൊപ്പം സമർപ്പിക്കപ്പെടുന്ന വിശദമായ സ്റ്റേറ്റ്മെന്റിന്റെ പേര് ആർട്ടിക്കിൾ 18 പറയുന്നു ഇന്ത്യ ഗവൺമെന്റിന്റെ കമ്പൈൻസ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ്. ഇന്ത്യ ഗവൺമെന്റിന്റെ കമ്പൈൻസ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ്. അടുത്ത ആർട്ടിക്കിൾ 18 ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഡാഷിന്റെ സാമ്പത്തിക കണക്കുകൾ ഉൾപ്പെടുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാ? കേന്ദ്ര, സംസ്ഥാന, യൂണിയൻ ടെറിട്ടറി. മൂന്ന് മേഖലകളുടെയും കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും യൂണിയൻ ടെറിട്ടറികളുടെയും സാമ്പത്തിക കണക്കുകളാണ് ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുന്നത്. ആർട്ടിക്കിൾ 18. വീണ്ടും 18 നോക്കി വെച്ചോളൂ. ആർട്ടിക്കിൾ 18 പറയുന്ന വേറെ ചോദ്യം. ഗവൺമെന്റിന്റെ ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ ഡാഷിന്റെ കണക്കുകൾ ഉൾപ്പെടുന്നില്ല. ആരുടെ? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ. അപ്പോൾ പബ്ലിക് സെക്ടറുകളുടെ ഒരിക്കലും ഇതിനകത്ത് പറയുന്നില്ല. ഗവൺമെന്റിന്റെ ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ ആരുടെ കണക്കുകൾ പറയുന്നില്ല? ആർട്ടിക്കിൾ 18 പറയുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ആർട്ടിക്കിൾ 18 പറയുന്ന വേറൊരു ചോദ്യം. ഇതര സംസ്ഥാനങ്ങളുടെ ഡാഷിൽ നിന്നും സംസ്ഥാനങ്ങളുടെ വാർഷിക വരവ് ചെലവ് കണക്കുകളുടെ താരതമ്യ പഠനം നടത്താൻ കഴിയും. ഏതിൽ നിന്ന്? ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതര സംസ്ഥാനങ്ങളുടെ ജനറൽ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ സംസ്ഥാനങ്ങളുടെ വാർഷിക വരവ് ചിലവ് കണക്കുകളുടെ താരതമ്യം നടത്താം. അപ്പോൾ എവിടെയാണ് വരവ് കൂടുതൽ, ഏത് സംസ്ഥാനത്തിനാണ് ചിലവ് കൂടുതൽ എന്നറിയണമെങ്കിൽ ജനറൽ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മതിയെന്ന് ആർട്ടിക്കിൾ 18 എഴുതി വെച്ചിട്ടുണ്ട്. നോക്കി ആർട്ടിക്കിൾ 19 പറയുന്ന ഒരു കാര്യം നോക്ക്. ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം. പ്രൊഫോമ അക്കൗണ്ട് ആർക്ക് വേണ്ടിയാണെന്ന്. ആർക്കാ പ്രൊഫോമ അക്കൗണ്ട് തയ്യാറാക്കുന്നത്? കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റിന്. ആർട്ടിക്കിൾ 19 കണ്ടോ? ആർട്ടിക്കിൾ 19 പറഞ്ഞിരിക്കുന്നു പ്രൊഫോമ അക്കൗണ്ട് തയ്യാറാക്കുന്ന ആർക്ക് വേണ്ടി? 19 ആർട്ടിക്കിൾ 19 പറയുന്നു കൊമേഴ്സ്യൽ ബാങ്കിന് വേണ്ടി, കൊമേഴ്സ്യൽ സ്ഥാപനങ്ങൾക്ക് വേണ്ടി. അടുത്തത് പ്രൊഫോമ അക്കൗണ്ട് എന്നാൽ എന്തെന്ന് 19 തന്നെ പറയുന്നുണ്ട്. എന്താണ് ആർട്ടിക്കിൾ 19 പറയുന്നത്? കണ്ടോ? സെന്റൻസ് നോക്കിയേ. സർക്കാരിന്റെ ചില ഡിപ്പാർട്ട്മെന്റുകൾ നടത്തുന്ന കൊമേഴ്സ്യൽ അർദ്ധ കൊമേഴ്സ്യൽ ഇടപാടുകളെ കണക്കെടുക്കുന്ന സമ്പ്രദായത്തെയാണ് പ്രൊഫോമ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാരിന്റെ കീഴിലുള്ള കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളുടെ കണക്കെടുക്കുന്ന കാര്യത്തെയാണ് പ്രൊഫോമ അക്കൗണ്ട് എന്ന് പറയുന്നത്. 19 ആർട്ടിക്കിൾ 19.
ആരാണ് ഈ പെർഫോമ അക്കൗണ്ട് തയ്യാറാക്കുന്ന? ആർട്ടിക്കിൾ 19 ഇടങ്ങൾ നോക്കി, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട്സ് വിഭാഗമാണ്, വേറെ ആരും അല്ല കേട്ടോ. പെർഫോമ അക്കൗണ്ട് തയ്യാറാക്കുന്നത് ആരാണ്? ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട്സ് വിഭാഗമാണ്. അപ്പോൾ സർക്കാരിന്റെ കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് നോക്കുന്നത് രീതിയെ പറയുന്ന പേര് പെർഫോമ അക്കൗണ്ട് എന്നാണ്. അത് തയ്യാറാക്കുന്നത് നമ്മുടെ AG ഒന്നും അല്ല, പിന്നെ അത് ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട്സ് വിഭാഗമാണ്. അത് ആർട്ടിക്കിൾ 19 തന്നെ പറയുന്നുണ്ട്. വീണ്ടും 19 പറയുന്ന ഒരു കാര്യം കൂടി നോക്ക്, ഡിപ്പാർട്ട്മെന്റുകളിലെ പെർഫോമ അക്കൗണ്ടുകൾ ആരുടെ നിയന്ത്രണത്തിലും അംഗീകാരത്തിനും വിധേയമായിട്ടുള്ളതാണ്. അതെപ്പോഴും നമുക്കറിയാം, ആരുടെ? സർക്കാരിന്റെയും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെയും. 19 ആർട്ടിക്കിൾ 19. അപ്പോൾ അവര് ഓഡിറ്റ് നടത്തിയാലും സർക്കാരിന്റെയും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെയും പരിധിക്ക് മാത്രമേ നടത്താൻ പറ്റൂ. ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 19 പറയുന്ന വേറൊരു ചോദ്യം, സിവിൽ അക്കൗണ്ട്സ് ഓഫീസർമാർ പ്രൊഫോമ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് ആരുടെ പ്രൊഫോമ അക്കൗണ്ടുകളാണ് തയ്യാറാക്കുന്നത്? ആരുടെയൊക്കെ? സിവിൽ അക്കൗണ്ട്സ് ഓഫീസർമാർ പ്രൊഫോമ അക്കൗണ്ട് തയ്യാറാക്കുന്നല്ലോ. ആരുടെയൊക്കെയാ? ഇറിഗേഷൻ, നാവിഗേഷൻ, ഡ്രെയിനേജ് പ്രോജക്റ്റുകൾ, ഗവൺമെന്റ് റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളാണ് സിവിൽ അക്കൗണ്ട് ഓഫീസർമാർ തയ്യാറാക്കുന്നത്. നോക്ക്, ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 19 ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. സിവിൽ അക്കൗണ്ട്സ് ഓഫീസർമാർ പ്രൊഫോമ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് ആരുടേതാ? ഇറിഗേഷൻ, അതുപോലെ തന്നെ നാവിഗേഷൻ, ഡ്രെയിനേജ് പ്രോജക്റ്റ്, ഗവൺമെന്റ് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളുടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്തത് കൊമേഴ്സ്യൽ സ്വഭാവമുള്ള അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ പ്രൊഫോമ അക്കൗണ്ട്. 19 വീണ്ടും പറയുന്നു, ആർട്ടിക്കിൾ 19 തന്നെ. കൊമേഴ്സ്യൽ പ്രൊഫോമ അക്കൗണ്ട്, കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റുകൾക്ക് പ്രൊഫോമ അക്കൗണ്ട്. മറന്നു പോകണ്ട, 19 പറഞ്ഞ ഒരു കാര്യമാണ്. വീണ്ടും അടുത്ത ചോദ്യം, പ്രൊഫോമ അക്കൗണ്ട്സ് സമ്പ്രദായത്തിലല്ല തയ്യാറാക്കുന്നത്. അത് അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, പ്രൊഫോമ അക്കൗണ്ടിൽ തയ്യാറാക്കാത്ത ഒരു കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിച്ചാൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് മറന്നു പോകല്ല, ഇത് സ്ഥിരം ചോദിക്കും. ആർട്ടിക്കിൾ 19 പറഞ്ഞിട്ടുണ്ടോ നോക്ക്. ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട്, പ്രൊഫോമ അക്കൗണ്ട്സുകൾ തയ്യാറാക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടിയാണ് പ്രൊഫോമ അക്കൗണ്ട് തയ്യാറാക്കുന്നതെന്ന്. പക്ഷേ പ്രൊഫോമ അക്കൗണ്ടുകൾ തയ്യാറാക്കാത്ത ഒരു കൊമേഴ്സ്യൽ സ്ഥാപനമുണ്ട്. ആരാ? മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആർട്ടിക്കിൾ 19 നോക്കി വെച്ചിരിക്കണേ. അടുത്തത് വീണ്ടും 19 തന്നെ പറയുന്നുണ്ട്, കൊമേഴ്സ്യൽ സ്വഭാവമുള്ള ഒരുപാട് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. പക്ഷേ അതിനകത്ത് പറഞ്ഞിട്ടുള്ള 2 പേരാണ് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടും അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ഡിപ്പാർട്ട്മെന്റ്. എപ്പോഴും ചോദിക്കുന്നതാണ് ഒരു കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് നോക്കിയാൽ മതി, നിങ്ങൾ നോക്കി ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കാത്ത ബുക്കിലൂടെ നോക്കി, സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, ടെക്സ്റ്റ് ബുക്ക് ഡിപ്പാർട്ട്മെന്റ്. വേറെ ചോദ്യം നമ്മളെന്ന് പറയട്ടെ, സർക്കാർ കണക്കുകൾ ഡാഷ് സമ്പ്രദായത്തിലാണ് തയ്യാറാക്കുന്നത്. സർക്കാർ കണക്കുകൾ പലരും ചോദിക്കുന്നതാണ്. സർക്കാർ കണക്കുകൾ ഏത് സമ്പ്രദായത്തിലാണ്? അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. ആർട്ടിക്കിൾ 20 പറയുന്നുണ്ട് സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. ആ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ സർക്കാർ കണക്കുകൾ എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ സർക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെ ചോദിക്കത്തില്ല. പിന്നെ ക്യാഷ് ബേസിലുള്ളതാണെങ്കിൽ അത് സിംഗിൾ എൻട്രി സിസ്റ്റം, അല്ലാത്തതാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചോദ്യം അങ്ങോട്ടുണ്ട്, ഞാൻ ഇത് തന്നെ പറയാം. 19-20 പറയും. ഇതിനകത്ത് 20 അതുകൊണ്ട് അടുത്ത് പറയുന്നുണ്ട്, ജേണലും ലെഡ്ജറും സൂക്ഷിക്കുന്നത് ഡബിൾ എൻട്രി സമ്പ്രദായ പ്രകാരം. ആർട്ടിക്കിൾ 20 നോക്കി. ആർട്ടിക്കിൾ 20 പറയുന്നുണ്ട്, ജേണലും ലെഡ്ജറും സൂക്ഷിക്കുന്ന എപ്രകാരമുള്ള അക്കൗണ്ടിംഗ് സമ്പ്രദായമാണ്? ഡബിൾ എൻട്രി പ്രകാരമാണ്. സിംഗിൾ എൻട്രി ഉണ്ട്, ഡബിൾ എൻട്രി. ക്യാഷ് ബേസ് ആണെങ്കിൽ സിംഗിൾ എൻട്രി, അല്ലാത്ത അതുപോലെ നമ്മൾ പറയുന്ന ജേണലും ലെഡ്ജറും ഒക്കെ ആണെങ്കിൽ ഡബിൾ എൻട്രി ആണ്. 20 ആർട്ടിക്കിൾ 20 നോക്കി വെച്ച് ഒന്ന് ശ്രദ്ധിച്ചു വെച്ച്. വരവ് ചെലവുകളും നീക്കിയിരിപ്പും രേഖപ്പെടുന്ന കണക്കുകളിൽ സർക്കാരിന്റെ ഭാഗം ഏതാണ്? നമുക്കറിയാം ഏതാണ് വരവ് ചെലവ് കണക്കുകളും. ആർട്ടിക്കിൾ 20 തന്നെ പറയുന്നുണ്ടല്ലോ. ഏതൊക്കെയാ? റെമിറ്റർ, ബോറോവർ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ലെൻഡർ. അതൊക്കെയാ? വരവ് ചെലവ് നീക്കിയിരിപ്പ്. ഇതാണ് നമ്മൾ പറയുന്ന വരവ് ചെലവുകളും നീക്കിയിരിപ്പും രേഖപ്പെടുന്ന കണക്കുകളുടെ സർക്കാരിന്റെ ഭാഗമാണ് ബാങ്കർ, റെമിറ്റർ, ബോറോവർ. ആർട്ടിക്കിൾ 20 പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ അറിയാം. അത് അടുത്ത ചോദ്യം, ബാങ്കർ, റെമിറ്റർ, ബോറോവർ, ലെൻഡർ. ഇങ്ങനെ ഒരു ചോദ്യം സ്ഥിരമായിട്ട് PSC പലപ്പോഴും ചോദിക്കുന്നുണ്ട്. ഡബിൾ എൻട്രി സിസ്റ്റം, സിംഗിൾ എൻട്രി സിസ്റ്റം ചോദിക്കുമ്പോഴേ എടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ സെന്റൻസ്. ഏത്? ബാങ്കർ, റെമിറ്റർ, ബോറോവർ, ലെൻഡർ. ഈ നിലകളിൽ പ്രവർത്തിച്ചാൽ കണക്കെഴുത്ത് സമ്പ്രദായം എപ്രകാരമായിരിക്കും ഗവൺമെന്റിന്റെ കണക്കുകൾ എഴുതുന്നത്? എത്ര? ഡബിൾ എൻട്രി സമ്പ്രദായം. ആർട്ടിക്കിൾ 20 തന്നെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 20 ആ സെന്റൻസ് ഒന്ന് നോക്കി വെച്ചേക്കണേ. ആർട്ടിക്കിൾ 20. അടുത്തത്, സംസ്ഥാനത്തിന്റെ അക്കൗണ്ടിംഗ് സമ്പ്രദായത്തിന്റെ ജേണൽ, ലെഡ്ജർ ഇവ എഴുതുന്ന ആരാ? AG തന്നെയാണ്. അതിനകത്ത് പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 20 പറയുന്നുണ്ട്, സംസ്ഥാനത്തിന്റെ അക്കൗണ്ടിംഗ് സമ്പ്രദായത്തിൽ ജേണലും ലെഡ്ജറും എഴുതുന്നത് AG ആണ്. ലാസ്റ്റ് ചോദ്യം, ആ പടത്തിലെ ലാസ്റ്റ് ചോദ്യം, ബാങ്കർ, റെമിറ്റർ, ബോറോവർ, ലെൻഡർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ ഡബിൾ എൻട്രി സമ്പ്രദായത്തിലുള്ള കണക്കെഴുത്ത് എങ്ങനെയാ? നമുക്കറിയാം, ക്യാഷ് ബാലൻസ് തിട്ടപ്പെടുന്നത് ജേണലും ലെഡ്ജറുമാണ്.
അവിടെ പറയുന്ന രീതി എങ്ങനെയാണ്? അത് ബാങ്കർ, റെമിറ്റർ, ബോറോവർ, ലെൻഡർ എന്നീ 4 കാര്യങ്ങൾ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ ഡബിൾ എൻട്രി സമ്പ്രദായത്തിലുള്ള കണക്കെഴുത്തിൽ ഏതിലൂടെയാണ് ക്യാഷ് ബാലൻസ് തിട്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ജേണൽ ആൻഡ് ലെഡ്ജർ ആണ്. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയും, ഇതിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ രണ്ടാമത്തെ പാഠത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ ഞാൻ ഒന്ന് പെട്ടെന്നൊന്ന് പറയാം. ഇതിനകത്ത് ചോദിക്കുന്ന ഒന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ അപ്രതീക്ഷിതമായ ചെലവുകൾ കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫണ്ട് ഏതാണ്? കണ്ടീജൻസി ഫണ്ട്. 2, കണ്ടീജൻസി ഫണ്ടിൻ്റെ ആർട്ടിക്കിൾ എത്രയാണ്? 267 ബ്രാക്കറ്റിൽ 2 267 2 267 2. അടുത്ത ചോദിക്കുന്നത് വേറെ ചോദ്യമാണ്. കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടീജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്സ് ഫണ്ട് എന്നിവയുടെ ബാക്ക് സൂക്ഷിപ്പ് എവിടെയാണ് നിക്ഷേപിക്കുന്നത്? നമുക്കറിയാം, ഗവൺമെൻറ് ട്രഷറിയിലോ ബാങ്കിലോ. അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ ബാങ്കർ ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ബാങ്ക് എന്നൊന്നും എഴുതരുത്. അതുപോലെ നമ്മൾ പറയേണ്ട ബാങ്ക്, കേരള സർക്കാരിൻ്റെ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കാണ്. ചോദിക്കുന്ന ഒരു ചോദ്യം. മറ്റൊന്ന്, സർക്കാരിന് വേണ്ടി സംസ്ഥാനങ്ങളുടെ വെളിയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് നമുക്കറിയാം ആരാണ്? ഏജ് മുഖാന്തരമാണ്. സംസ്ഥാനത്തിലെ ഏജ്, അതാത് സംസ്ഥാനത്തിലെ ഏജ് മുഖാന്തരമേ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കണക്കുകൾ സർക്കാരിന് വേണ്ടി ഇടപാടുകൾ നടത്താൻ പാടുള്ളൂ. അടുത്ത ചോദ്യം, നാളിതുവരെ ബാങ്കിങ്, അതായത് റിസർവ് ബാങ്കുമായി യാതൊരു വിധമായ കണക്ഷൻ ഇല്ലാത്ത സംസ്ഥാനം ജമ്മു കാശ്മീർ. അത് ശ്രദ്ധിച്ചു വയ്ക്കുക. വേറൊന്ന്, സംസ്ഥാനത്തിൻ്റെ ട്രഷറിയിൽ നിന്നും വിതരണം നടത്തുന്ന ഡിഫൻസ് പെൻഷൻ ഏത് കണക്കിലാണ് ഉൾപ്പെടുന്നത്? സംസ്ഥാനത്തിൻ്റെ കണക്കിലാണ്. ഡിഫൻസിൻ്റെ പെൻഷൻ എപ്പോഴും, ഡിഫൻസിൻ്റെ പെൻഷൻ ആയാലും എല്ലാം സംസ്ഥാനത്തിൻ്റെ കണക്കിലാണ് ഉൾപ്പെടുത്തുക. മറ്റൊന്ന്, റിസർവ് ബാങ്കിൻ്റെ ഇടപാടുകൾക്ക് കേന്ദ്ര സംസ്ഥാനത്തിൻ്റെ ഏജന്റായി പ്രവർത്തിക്കുന്നു. നോക്കൂ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ SBI ആണ്. SBI ആണ്, മറന്നു പോകേണ്ടത്. കേരള സർക്കാരിൻ്റെ ബാങ്കർ ആയിരുന്നു ചോദിച്ചാൽ അത് റിസർവ് ബാങ്കും, പക്ഷേ ഏജന്റായി പ്രവർത്തിക്കുന്നത് സ്റ്റേറ്റ് ബാങ്കുമാണ്. അടുത്തത് വീണ്ടും ഒരു ചോദ്യം ശ്രദ്ധിക്കാനുള്ളത്, കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും ബാങ്കിങ് ഇടപാടുകളെ കണക്കിൽ സൂക്ഷിക്കുന്ന ആരാണെന്ന്? അത് നാഗ്പൂരിലുള്ള റിസർവ് ബാങ്കിൻ്റെ സെൻട്രൽ അക്കൗണ്ട്സ് സെക്ഷനാണ്. അത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് വകുപ്പിൻ്റെ വരവ് ചിലവ് കണക്ക് ട്രഷറിയിൽ സൂക്ഷിക്കുന്നില്ല? PWD വരവ് ചിലവ് കണക്കുകൾ ഒരിക്കലും ട്രഷറിയിൽ സൂക്ഷിക്കത്തില്ല. ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 16(4) പറയുന്ന ഒരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ഒരു സംസ്ഥാനത്തു നിന്ന് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ കണക്കുകളിലേക്ക് അക്കൗണ്ടന്റ് ജനറൽ ഡാഷ് പ്രകാരം നടത്തുന്ന സാമ്പത്തിക അഡ്ജസ്റ്റ്മെന്റിനെ സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നു. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട് 16(4) ആ പാരഗ്രാഫിൽ പറയുന്നതാണ്. അടുത്തത് ഒരു പ്രധാനപ്പെട്ടതാണ് ആർട്ടിക്കിൾ 16(7). ഒന്ന് നോക്കിയേ, മറ്റ് രാജ്യങ്ങളുടെ വിവിധങ്ങളായ അക്കൗണ്ടുകൾ ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏതാ? അക്കൗണ്ട് കറണ്ട്. മറ്റ് രാജ്യങ്ങളുടെ വിവിധങ്ങളായ അക്കൗണ്ടുകളെ ഒറ്റ പേരിൽ അറിയപ്പെടുന്നത് അക്കൗണ്ട് കറണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് 16(7) പറയുന്നത്. പിന്നെ ഒരു ചോദ്യമാണ്, സർക്കാരിൻ്റെ സാമ്പത്തിക ഇടപാടുകളെ ഏത് പേരിൽ അറിയപ്പെടുന്നു? 17 ആർട്ടിക്കിൾ 17 പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് ആണ്. സർക്കാരിൻ്റെ സാമ്പത്തിക ഇടപാടുകളെ അറിയപ്പെടുന്നത് ഫിനാൻസ് അക്കൗണ്ട് എന്നാണ്. ഫിനാൻസ് അക്കൗണ്ട്, മറന്നുപോകണ്ട, ഫിനാൻസ് അക്കൗണ്ട്. പിന്നെ ചോദ്യം 19, ആർട്ടിക്കിൾ 19 എടുത്തേ. 19 ഒരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്, പ്രൊഫോമ അക്കൗണ്ട് ആർക്ക് വേണ്ടിയാണെന്ന്? കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി. പിന്നെ വരുന്ന ഒരു ചോദ്യമാണ്, ആരുടെ കണക്കുകളാണ് പ്രൊഫോമ അക്കൗണ്ട് സമ്പ്രദായത്തിൽ ഉൾപ്പെടാത്തത്? ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രൊഫോമ അക്കൗണ്ടാണ്, പക്ഷേ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരിക്കലും ഇതിൽ ഉൾപ്പെടുത്തിയില്ല. ആർട്ടിക്കിൾ 19 നോക്കിയാൽ കാണാം. ആർട്ടിക്കിൾ 19 പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളിൽ ഒരു സെൻറ്റൻസ് ആണ്. പിന്നെ ചോദിക്കുന്നത് ഇതാണ്, ആർട്ടിക്കിൾ 20, സർക്കാർ കണക്കുകൾ ഡബിൾ എൻട്രി സമ്പ്രദായത്തിൽ എന്ന പ്രസ്താവന ശരിയാണോ? അപ്പോൾ അല്ല, തെറ്റാണ്. അവ എല്ലാത്തിലും ഡബിൾ എൻട്രി സമ്പ്രദായമല്ല. പിന്നെന്താണ്? ബാങ്കർ, റെമിറ്റർ, അതുപോലെ തന്നെ ബോറോവർ, ലെൻഡർ. ഇത്രയേ ഉള്ളൂ. ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായ ചോദ്യങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള ആർട്ടിക്കിൾ 20 ഒന്ന് നോക്കണം. ആർട്ടിക്കിൾ 20 3 ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 19 ഒരു ചോദ്യം ആർട്ടിക്കിൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ആർട്ടിക്കിൾ 19 തന്നെ നേരത്തെ പറഞ്ഞ കൊമേഴ്സ്യൽ പ്രൊഫോമ അക്കൗണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ പറയുന്ന ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 16(7), ആർട്ടിക്കിൾ 16(4), ആർട്ടിക്കിൾ 15(J) ഒന്ന് ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണ്. പിന്നെ ആർട്ടിക്കിളിലെ 15(B), ആർട്ടിക്കിൾ 15(B). പിന്നെ ആർട്ടിക്കിൾ 9 ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. 9, ആർട്ടിക്കിൾ 8, ആർട്ടിക്കിൾ 7(A) ഒന്ന് ശ്രദ്ധിക്കേണ്ട, ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് പറഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവൂ. നിങ്ങൾ കൊള്ളാമെന്ന് പറയുക, അല്ലെങ്കിൽ ബാക്കി 4 പാഠം കൂടെ എടുക്കാറുണ്ട്, വേണമെങ്കിൽ വേണമെന്ന് പറയുക. ഈ നോക്കുന്നവർ ഇതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് പറയാൻ ഒരു ഊർജ്ജം കിട്ടും. ഇത്രയേ ഉള്ളൂ. അല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നാൽ എനിക്കിതിൽ ക്യാഷ് കിട്ടാൻ വേണ്ടിയല്ല.
പക്ഷേ ആളുണ്ടെങ്കിൽ പറയാനുള്ള താല്പര്യം കൂടുകയും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി നിങ്ങളോട് പറയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ഇല്ല എങ്കിൽ നമ്മളത് പിന്നെ അതൊരു ഒരു പറയാനൊരു താല്പര്യമില്ലാതെ വരും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് കിട്ടാത്തവർക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.